ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള സർവീസ് റൂൾസ് പാർട്ട് 1 ചാപ്റ്റർ 1 നമ്മളൊരു പുതിയ ക്ലാസ് തുടങ്ങിയതിൽ പാർട്ട് 1 ചാപ്റ്റർ 1 KSR പാർട്ട് 1 ചാപ്റ്റർ 1 ജനറൽ സ്കോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ 7 റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 8 മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. റൂൾ 1 ഈ ചട്ടങ്ങൾ എന്ന് മുതൽ നിലവിൽ വന്നെന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ചട്ടങ്ങൾ ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ് റൂൾ 2. റൂൾ 3 ഈ ചട്ടങ്ങൾ റൂൾ 2 ആർക്കൊക്കെ ചട്ടങ്ങൾ ആപ്ലിക്കബിൾ അല്ല, റൂൾ 3 ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഡിസ്കസ് ചെയ്ത ഭാഗത്ത് 1-2 ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇഫ് ഇൻ എ ഡൗട്ട് അറൈസസ് ആസ് ടു വെദർ ദ റൂൾസ് ഇൻ KSR വുഡ് അപ്ലൈ ടു എനി പേഴ്സൺ ഇറ്റ് വിൽ ബി റെഫേർഡ് ടു ആൻഡ് ഡിസൈഡഡ് ബൈ. അതായത് കേരള സർവീസ് റൂൾസ് ഏതെങ്കിലും ചട്ടം ആർക്കെങ്കിലും ബാധകമാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടായാൽ അത് ആരുടെ തീരുമാനത്തിന് വിടണം? എ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ബി, ചീഫ് മിനിസ്റ്റർ. സി, അല്ലെ മിനിസ്ട്രി ഓഫ് ദ സ്റ്റേറ്റ്. സി, ഗവൺമെന്റ്. ഡി, ചീഫ് സെക്രട്ടറി. ആരുടെ തീരുമാനത്തിന് വിടണം? ഡൗട്ട് അറൈസ് ചെയ്യുകയാണെങ്കിൽ റൂൾ 4 പ്രകാരം അത് സർക്കാർ തീരുമാനത്തിന് വിടണം, അല്ലേ? അത്തരം കേസിലൊക്കെ സർക്കാരാണ് തീരുമാനം എടുക്കുന്നത് ഡൗട്ട് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ 7 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ചട്ടങ്ങളിൽ എന്തെങ്കിലും ഇളവ് ചെയ്തു കൊടുക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഈ ചട്ടത്തിന്റെ പ്രവർത്തനം അതീവ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെ അതിയായ ക്ലേശം ഉണ്ടാക്കുന്നു, ഇത് ഓപ്പറേഷൻ ഓഫ് എനി റൂൾ അണ്ടർ ദീസ് റൂൾസ് കോസസ് undue hardship in particular case, who may relax or dispense with the rules, the authority to dispense with or relax the rules: A, accountant general. B, head of the department. C, Kerala governor. D, Kerala government. ഇതിൽ ആർക്കാണ് ചട്ടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം? യെസ്, ദ പവർ ടു റിലാക്സ് ദ റൂൾസ് or dispense with the rules that rests with the government, അല്ലേ? അത് ഗവൺമെന്റിലാണ് നിശ്ചിതമായിട്ടുള്ളത്. ചട്ടങ്ങളിൽ ഇളവ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ് ആസ് പെർ റൂൾ 7. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. റൂൾ 8 ഈ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. റൂൾ 8 പറയുന്നത് അപ്പോയിന്റ്മെന്റ് ഓൺ കോൺട്രാക്ട് ആണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ. റൂൾ 8 എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓൺ കോൺട്രാക്ട്. അതായത് കോൺട്രാക്ട് പ്രകാരം ആളുകളെ നിയമിക്കാം ഗവൺമെന്റിന്. റൂൾ 8 പ്രകാരം, റൂൾ 8 അത് പറയുന്നുണ്ട്, ഗവൺമെന്റ് ഹാവ് ദ പവർ ടു അപ്പോയിന്റ് ഓഫീസേഴ്സ് ഓൺ കോൺട്രാക്ട്. ഇപ്പൊ ഇനി അല്ലാതെ തന്നെ ഇപ്പൊ KSRും KSRSSRും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് തന്നെയും സർക്കാരിന് വേണമെങ്കിൽ ഈ കേരള സർവീസ് റൂൾസിലെ ചട്ടങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ സർവീസിൽ ഇരിക്കുന്ന ആരുമായിട്ടും അവരുടെ ശമ്പളം അല്ലെങ്കിൽ ബത്തുകൾ, ലീവ്, പെൻഷൻ, യാത്രപ്പടി തുടങ്ങിയ കാര്യങ്ങളിൽ ഒക്കെ തന്നെയും വേണമെങ്കിൽ സർക്കാരിന് ഏത് ഉദ്യോഗസ്ഥനുമായിട്ടും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അങ്ങനെ കോൺട്രാക്ട് പ്രകാരം നൽകുകയും ചെയ്യാം. അതൊക്കെ റൂൾ 8 പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കോൺട്രാക്ട് പ്രകാരം ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ KSR അവർക്ക് ആപ്ലിക്കബിൾ അല്ല. ഇറ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് ദ കണ്ടീഷൻസ് ഇൻ ദ കോൺട്രാക്ട്. അതിന് മോഡൽ ഫോം ഓഫ് കോൺട്രാക്ട് അല്ലെ എഗ്രിമെന്റ്. മോഡൽ ഫോം ഓഫ് എഗ്രിമെന്റ്. കോൺട്രാക്ട് എന്ന എഗ്രിമെന്റ് എന്നോ പറഞ്ഞോളൂ. മോഡൽ ഫോം ഓഫ് എഗ്രിമെന്റ്. എഗ്രിമെന്റിന്റെ ഒരു മാതൃക അത് അപ്പൻഡിക്സ് 1 സി അപ്പൻഡിക്സ് 1 പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. മോഡൽ ഫോം ഓഫ് എഗ്രിമെന്റ് ഏത് അപ്പൻഡിക്സിലാണെന്ന് ചോദിച്ചേക്കാം. ഇറ്റ് ഈസ് ഇൻ അപ്പൻഡിക്സ് 1. ടെക്സ്റ്റിൽ പേജ് നമ്പർ 200, വോളിയം 1 ഉള്ളവര് പേജ് നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, എടുത്തോളൂ. പേജ് നമ്പർ 286 286. വി ക്യാൻ സി എ ലിസ്റ്റ് ഓഫ് അപ്പൻഡിസസ് 1, 2, 3 എന്നൊക്കെ കണ്ടോ? അടുത്ത പേജ് നമ്പർ 288, അപ്പൻഡിക്സ് 1, ഹെഡിങ് മോഡൽ ഫോം ഓഫ് എഗ്രിമെന്റ്, റെഫേർഡ് ടു റൂൾ 8 പാർട്ട് 1 KSR. അപ്പൊ അപ്പൻഡിക്സ് 1 മോഡൽ ഫോം ഓഫ് എഗ്രിമെന്റ്. അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എഗ്രിമെന്റിലെ വ്യവസ്ഥകളൊന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും അറിയേണ്ട ആവശ്യങ്ങളില്ലല്ലോ. പിന്നെ താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കിയാൽ മതിയാവും. അപ്പൊ അതുപോലെ തന്നെ ഒരു എഗ്രിമെന്റ് പ്രകാരം നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ KSR നോട്ട് ആപ്ലിക്കബിൾ ടു സച്ച് പേഴ്സൺസ്. KSR നോട്ട് ആപ്ലിക്കബിൾ ടു പേഴ്സൺസ് അപ്പോയിന്റഡ് ഓൺ എഗ്രിമെന്റ്. ഒരു എഗ്രിമെന്റ് പ്രകാരം നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ KSR അവർക്ക് ബാധകമല്ല. ഇതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതാണ്, ഏതൊരു വ്യക്തിയുമായിട്ടും സർക്കാരിനും കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അദ്ദേഹത്തിന്റെ ശമ്പളം സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും തസ്തികയെ സംബന്ധിച്ചിട്ട് ഒക്കെ ഗവൺമെന്റിന് അങ്ങനെ ചെയ്യാം. ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിന്റെ ജിസ്റ്റ് മതി. ഇനി അതുകൂടാതെ അപ്പൊ എഗ്രിമെന്റ് പ്രകാരം നിയമിക്കപ്പെടുന്നവർക്ക് KSR ആപ്ലിക്കബിൾ അല്ല.
നമ്മൾ റൂൾ 3-ൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പോയിന്റ് ആണ്. കേസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ദോസ് ഹു ആർ അപ്പോയിന്റഡ് ഓൺ എഗ്രിമെന്റ്. അതാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം സാരാംശം. അതുപോലെ തന്നെ ഏത് എഗ്രിമെന്റിലും അല്ലെങ്കിൽ ഏത് സ്പെഷ്യൽ റൂൾസിലും എല്ലായ്പ്പോഴും ഒരു വ്യവസ്ഥ ഉണ്ടാവും. അതായത് ആ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾക്ക് KSR ബാധകമായിരിക്കും. അത് എല്ലാ സ്പെഷ്യൽ റൂൾസിനും എല്ലാ എഗ്രിമെന്റിനും അത്തരം ഒരു പ്രൊവൈസോ അല്ലെ ക്ലോസ് ഉണ്ടായിരിക്കും. ഹിയർ ഇസ് ദ ക്ലോസ് പ്രൊവൈഡഡ് ദാറ്റ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ എവരി എഗ്രിമെന്റ് മെയ്ഡ്, അങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ എഗ്രിമെന്റിലും it shall further be provided that in respect of any matter in respect of which no provision has been made in the agreement. അതായത് എഗ്രിമെന്റിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് the provisions or rules in Kerala service rules shall apply. The provisions of these rules or of rules made there under these rules shall apply. That means KSR will apply. എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകേണ്ടി വന്നാൽ KSR പ്രകാരം കൊടുക്കണം. അതിപ്പോൾ സ്പെഷ്യൽ റൂൾസിനും ബാധകമാണ്. ഇപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, ഡയറക്ടർ റിക്രൂട്ട്സ്, നേരിട്ട് നിയമിക്കപ്പെടുന്നവർ, their appointment conditions of service are governed by the special rules applicable to them. അല്ലേ? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നേരിട്ട് നിയമിക്കപ്പെടുന്നവർക്ക് അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ റൂൾസ് ഉണ്ട്. അത് പ്രകാരം അവരുടെ നിയമനം, സേവന വ്യവസ്ഥകളൊക്കെ അത് പ്രകാരം തന്നെയാണ്, അല്ലേ? എന്നാൽ ആ സ്പെഷ്യൽ റൂൾസിൽ പറഞ്ഞിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകേണ്ടി വന്നാൽ KSR പ്രകാരം കൊടുക്കണം. അതുപോലെ തന്നെയാണ് എഗ്രിമെന്റിന്റെ കേസിലും. ദാറ്റ്സ് ഇനഫ്, ഐ തിങ്ക്. ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, വലിയ പ്രാധാന്യമൊന്നുമില്ല അതിനൊന്നും. അടുത്ത റൂൾ 9 ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് ഡെലിഗേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. റൂൾ 9 പാർട്ട് 1 റൂൾ 9 ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്, അധികാര കൈമാറ്റം. അതായത് സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ ഗവൺമെന്റിന് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കും. എല്ലാമില്ല, ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ്. ചില ഒഴിവുകൾ ഉണ്ട്. അതിൽ പല അധികാരങ്ങളും, കൂടുതൽ അധികാരങ്ങളും സബോർഡിനേറ്റ്സിന് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഓഫീസേഴ്സിന്, ഹെഡ് ഡിപ്പാർട്ട്മെന്റിനും അതിന്റെ താഴെയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഈ അധികാരം പ്രയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ കൈമാറ്റം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ നിയമിക്കുന്നതിനുള്ള അധികാരം, ഇപ്പൊ ഒരു ടീച്ചറെ നിയമിക്കണം, പ്രൈമറി സ്കൂളോ ഹൈസ്കൂളോ ടീച്ചറെ നിയമിക്കുന്നതിന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അധികാരമുണ്ട്. ദാറ്റ് പവർ ഇസ് ഡെലിഗേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു സച്ച് ആൻ ഓഫീസർ, അല്ലേ? അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് ആ പവർ സർക്കാർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് ധാരാളം അധികാരങ്ങളുണ്ട്. സർക്കാരിന് താഴെയുള്ള അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് നിയമിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ സർവീസ് റെഗുലറൈസ് ചെയ്യാൻ, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ, അച്ചടക്ക നടപടി എടുക്കാൻ, സസ്പെൻഡ് ചെയ്യാൻ, ഈവൻ ഡിസ്മിസൽ, റിമൂവൽ വരെയുള്ള അധികാരം. അതുപോലെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അധികാരം, സ്ഥിരപ്പെടുത്താനുള്ള അധികാരം, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം, അതെല്ലാം അപ്പോയിന്റിംഗ് അതോറിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ അപ്പോയിന്റിംഗ് അതോറിറ്റീസിനൊക്കെ സർക്കാർ ഈ അധികാരങ്ങൾ കൈമാറ്റം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈവൻ നോ സം ഓഫ് ദ പവേഴ്സ് ആർ റിയലി റിസർവ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. അതായത് ചില അധികാരങ്ങളും സർക്കാർ തന്നെ കൈവശം വെച്ചിരിക്കുകയാണ്, സർക്കാർ തന്നെ എക്സസൈസ് ചെയ്യുന്നതാണ്. സം ഓഫ് ദ പവേഴ്സ് ആർ ഫുള്ളി വെസ്റ്റഡ് വിത്ത് ദ ഗവൺമെന്റ് ആണ്, ഓർ ഫുള്ളി എക്സസൈസ് വിത്ത് ദ ഗവൺമെന്റ് ആണ്, ഓർ ഫുള്ളി എൻജോയ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ധാരാളം അധികാരങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ റൂൾ 4 എന്താ പറഞ്ഞത്? റൂൾ 4 ഡൗട്ട് അറൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് KSRലെ ഏതെങ്കിലും ചട്ടം ഏതെങ്കിലും വ്യക്തിക്ക് ബാധകമാക്കുന്നത് സംബന്ധിച്ച് ഇഫ് ഇൻ എ ഡൗട്ട് അറൈസസ് ദാറ്റ് ഷാൽ ബി റെഫേർഡ് ടു ദ ഗവൺമെന്റ്. അപ്പോൾ ഡൗട്ട് ഉണ്ടായാൽ അത് ക്ലിയർ ചെയ്യുന്നത്, അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതുപോലെ റൂൾ 7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരുന്നു ചെയ്തത്? റൂൾ 7 ചട്ടങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു. അതും ആർക്കാണ്? റിലാക്സ് ദ റൂൾസ് ഓർ ഡിസ്പെൻസ് വിത്ത് ദ റൂൾസ്. അതെല്ലാം സർക്കാരിൽ മാത്രം നിക്ഷിപ്തമാണ്. അപ്പോൾ സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ അത് പ്രയോഗിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ തന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി സർക്കാർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് റൂൾ 7 പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ്. ഇവിടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല. റൂൾ 9 താഴെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. വട്ട് യു മീൻ ബൈ എക്സെപ്ഷൻസ്? എന്താ ഉദ്ദേശിക്കുന്ന നേരം? ആ എക്സെപ്ഷൻസ് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. താഴെ പറയുന്നവ ഒഴികെ ഉള്ള അധികാരങ്ങൾ സർക്കാരിന്റെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കാം. അപ്പൊ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്
ആൻഡ് എക്സെപ്ഷൻസ് ആണ് ഈ റൂൾ 9 പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഗവൺമെന്റ് മേ ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു, കൈമാറ്റം ചെയ്തു കൊടുക്കുന്നു അല്ലേ. ഗവൺമെന്റ് മേ ഡെലിഗേറ്റ്. ഹു മേ ഡെലിഗേറ്റ്? ചട്ടങ്ങൾ കൈമാറ്റം ചെയ്തു കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? സർക്കാരിന്റെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരങ്ങൾ ഈ ചട്ടങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അധികാരങ്ങൾ കൈമാറ്റം ചെയ്തു കൊടുക്കാനുമുള്ള അധികാരം ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് മേ ഡെലിഗേറ്റ് ഇറ്റ് ടു എനി ഓഫ് ഹിസ് ഓഫീസേഴ്സ് അല്ലെ, ഏത് ഉദ്യോഗസ്ഥന്മാർക്കും, സബ്ജക്ട് ടു എനി കണ്ടീഷൻസ്, വ്യവസ്ഥകൾക്ക് വിധേയമായി, വിച്ച് ഗവൺമെന്റ് മേ തിങ്ക് ഫിറ്റ്, സർക്കാരിന് യുക്തമെന്ന് തോന്നുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായും, ടു ഇമ്പോസ്, പ്രയോഗിക്കുന്നതിന്, എനി പവർ കൺഫേർഡ് അപ്പോൺ ദ ഗവൺമെന്റ് ബൈ ദീസ് റൂൾസ്, ഈ ചട്ടങ്ങൾ പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഏത് അധികാരവും അത് ഇമ്പോസ് ചെയ്യുന്നതിന്, എക്സസൈസ് ചെയ്യുന്നതിന് സർക്കാരിന് യുക്തമെന്ന് തോന്നുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് സർക്കാരിൻ്റെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, വിത്ത് ദ ഫോളോയിങ് എക്സെപ്ഷൻസ്, താഴെ പറയുന്നവ ഒഴികെ. സോ ലെറ്റ് us see what are the exceptions. 9A, പവർ ടു മേക്ക് റൂൾസ്. ഇമ്പോർട്ടൻറ്റ്. 9A പറഞ്ഞിരിക്കുന്നത് എന്താണ്? പവർ ടു മേക്ക് റൂൾസ്, ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. അത് ആരിൽ മാത്രം നിക്ഷിപ്തമാണ്? അത് സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഇപ്പൊ KSRൽ ഒരു പുതിയ ചട്ടം എഴുതി ചേർക്കണം, അല്ലെ അമെൻഡ് ചെയ്യണം, അല്ലെ ഡിലീറ്റ് ചെയ്യണം, ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഗവൺമെന്റ് തന്നെയാണ്. ബാക്കി നമുക്ക് പിന്നീട് എഴുതാം. മേക്ക് റൂൾസ്, ഇറ്റ് ഈസ് പവർ ദാറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ്. അതായത് 9A to F എക്സെപ്ഷൻസ് ആണ് അല്ലേ. അതിന്റെ അർത്ഥം ദീസ് പവേഴ്സ് cannot be delegated to the subordinate other officers of the government. സർക്കാരിൻ്റെ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അത് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സെക്രട്ടറി തലത്തിലുള്ള തീരുമാനങ്ങളാണ് കേട്ടോ. ഗവൺമെന്റ് സെക്രട്ടറിയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. യെസ്, ദ പവർ ടു മേക്ക് റൂൾസ്, ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം ഗവൺമെന്റാണ്. അത് ഇൻ എക്സസൈസ് ഓഫ് ദ പവേഴ്സ് കൺഫേർഡ് അണ്ടർ സെഷൻ എന്ന് പറഞ്ഞൊക്കെ അത് ഗവർണറുടെ ഉത്തരവ് പ്രകാരമാണ്. എപ്പോഴും ഗവർണർക്ക് വേണ്ടിയാണ് ഉത്തരവിടുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഏതധികാരമാണ് ഇവിടെ എയിൽ പറഞ്ഞിരിക്കുന്നത്? പവർ ടു മേക്ക് റൂൾസ്, ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം കൈമാറ്റം ചെയ്യാൻ പാടില്ല, ഓർത്തിരിക്കുക. അടുത്തത് ബി ഡിലീറ്റഡ് ആണ്. സി, പവർ ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദ ഗ്രാന്റ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസസ്. എന്താണ് കോമ്പൻസേറ്ററി അലവൻസസ്? നഷ്ടപരിഹാര ബത്തകൾ. കോമ്പൻസേറ്ററി അലവൻസസ് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാര ബത്തകളാണ്. നഷ്ടപരിഹാര ബത്തകൾ നമുക്ക് വളരെ വിശദമായിട്ട് ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. ചാപ്റ്റർ 2 പഠിക്കാനുണ്ട്, ചാപ്റ്റർ 5 പഠിക്കാനുണ്ട്. കോമ്പൻസേറ്ററി അലവൻസസ്, ഞാൻ ഉദാഹരണം പറയാം. TA ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ പബ്ലിക് ഇൻട്രസ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഹി ഹാസ് ടു ഇൻകർ സർട്ടൻ എക്സ്പെൻഡിച്ചർ അല്ലേ. അത് ഇറ്റ് വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ ഗവൺമെന്റ് ബൈ ഗ്രാൻഡിങ് TA. നമ്മളിപ്പം ഔദ്യോഗിക കൃത്രിമത്തിന്റെ ഭാഗമായിട്ട്, അതായത് പബ്ലിക് ഇൻട്രസ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്ന് പണം മുടക്കണം. അപ്പോൾ പിന്നെ സർക്കാർ അത് യാത്രപ്പടിയായിട്ട് തിരികെ തരും. അപ്പോൾ യാത്രപ്പടി ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അതുപോലെ HRA, ഹൗസ് റെന്റ് അലവൻസ്, ഹെഡ്ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനാണ് തരുന്നത്. അതൊരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അതുപോലെ തന്നെ യൂണിഫോം അലവൻസ്, വാഷിംഗ് അലവൻസ് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഹിൽ അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഇപ്പൊ ഒന്നും എഴുതണ്ട. സെക്യൂരിറ്റി അലവൻസ്, വാഷിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ് എന്നൊക്കെ പറഞ്ഞ് ചില അലവൻസുകൾ കിട്ടത്തില്ലേ. HRA TA ഒക്കെ കോമ്പൻസേറ്ററി അലവൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ അതിന്റെ നിബന്ധനകൾ, അതിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ആണ്. ആ അധികാരം മറ്റാർക്കും ഇല്ല. അതായത് എത്ര രൂപയാണ് DA കൊടുക്കേണ്ടത്? ഇപ്പൊ ഡിയർനെസ് അലവൻസ്, ഡെയിലി അലവൻസ്, DA ഡെയിലി അലവൻസ്, ദിനബത്ത വളരെ വിശദമായിട്ട് TA പഠിക്കാനുള്ളതാണ്. DA ദിനബത്ത, ഡെയിലി അലവൻസ്, ഇറ്റ് ഈസ് എ TA അല്ലേ. നമ്മൾ 32 കിലോമീറ്ററിനകത്താണ് ജേണിയെങ്കിൽ ഒരു DA കൊടുക്കും. അതിന്റെ ഫുൾ ഫോം ഡെയിലി അലവൻസ് ആണ്, ദിനബത്തയാണ്. എന്നാൽ വേറെ DA ഉണ്ട്, ദാറ്റ് ഈസ് ഡിയർനെസ് അലവൻസ് ആണ് അല്ലേ, ക്ഷാമബത്ത. ഈ ക്ഷാമബത്ത ഒരു കോമ്പൻസേറ്ററി അലവൻസ് അല്ല. ഇന്നിപ്പോൾ എഴുതണമെന്നില്ല ഇതൊന്നും. എന്നാൽ ദിനബത്ത ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അപ്പോൾ ഈ ദിനബത്ത എത്രയാണ് ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ഗ്രേഡ് അനുസരിച്ച് കൊടുക്കണം. ആരാ തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. HRA എത്ര ശതമാനം കൊടുക്കണം ഓരോരുത്തർക്കും, അല്ലെ ഓരോ ഏരിയയിലും ജോലി ചെയ്യുന്നവർക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതർ ഏരിയാസ്.
അത് ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ കോമ്പൻസേറ്ററി അലവൻസുകൾ അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ആണ്. നഷ്ടപരിഹാര ബത്തകൾ അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ അല്ലെ നിബന്ധനകൾ അത് ക്രമീകരിക്കുക, അല്ലെ റെഗുലേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക എന്നൊക്കെ പറയാം. റെഗുലേറ്റ് മീൻ റെഗുലേഷൻ എന്നുള്ള രീതിയിലും എടുക്കാം, നിയമമാക്കുക, ചട്ടമാക്കുക എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. സോ രണ്ടാമത്തെ പവർ ഏതാണ്? സർക്കാരിൽ മാത്രം നിശ്ചിതമായിട്ടുള്ളത് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ലാത്തത്. ദ പവർ ടു regulate the terms and conditions for the grant of compensatory allowances. Power to regulate the terms and conditions for the grant of compensatory allowances. പരീക്ഷയ്ക്ക് ചോദിക്കും, താഴെ പറയുന്ന ഏതൊക്കെ അധികാരങ്ങളാണ് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്? The powers that cannot be delegated by government to other officers. A, B, C എന്ന് പറയുന്നത് തരും, D, all the above തരും. അല്ലെങ്കിൽ ചോദിക്കും, the authority to regulate the terms and conditions for the grant of compensatory allowance. Question: A, head of the department. B, government. C, head of office. ഗവൺമെന്റ് ആണ്. കാര്യം ഈ അധികാരം മറ്റാർക്കും കൈമാറ്റം ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ 9C, the power to regulate the terms and conditions for the grant of compensatory allowance, കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. മറ്റൊരു അധികാരം, power to determine the standard rent of the buildings and the rent recoverable from an officer occupying the residence. Power to determine standard rent of the buildings. കെട്ടിടങ്ങളുടെ ശരിയായ വാടക നിർണ്ണയിക്കുന്നതിനുള്ള അധികാരം അല്ലെ തീരുമാനിക്കുന്നതിനുള്ള അധികാരം, നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ഗവൺമെന്റ് നിശ്ചിതമാണ്. എന്ന് പറഞ്ഞ വാടക ഫിക്സ് ചെയ്യുക എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. വാടക ഫിക്സ് ചെയ്യുന്നതിന് ഉള്ള പവർ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും ഒക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. PWD ഡിവിഷണൽ ഓഫീസർ എഞ്ചിനീയർമാർക്കും ചീഫ് എഞ്ചിനീയർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും സൂപ്രണ്ടിങ് എഞ്ചിനീയർമാർക്കൊക്കെ അധികാരങ്ങളുണ്ട്. എന്നാൽ ആ തുക ലക്ഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു ലക്ഷത്തിനൊക്കെ മുകളിൽ പോവുകയൊക്കെ ചെയ്താൽ അത് ഗവൺമെന്റിലാണ് ചെയ്യുന്നത്, റെന്റ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ റെന്റ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഫിക്സ് ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ടല്ലോ, ചില മാനദണ്ഡങ്ങളുണ്ട്. ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയ അല്ലേ ഇറ്റ് ഫിക്സ് ദ റെന്റ് ഓഫ് എ ബിൽഡിംഗ്. നമുക്കറിയാം, സർക്കാർ കെട്ടിടങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ കൊടുക്കുന്നുണ്ട്. സർക്കാർ കെട്ടിടങ്ങൾ മറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് കൊടുക്കാം. തിരിച്ച് സ്വകാര്യ വ്യക്തികളിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വൈസ് വേഴ്സ അല്ലേ കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കാം, അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ എൻ്റെ ഒരു കെട്ടിടം ഇപ്പം അല്ല, നമ്മളുടെ ആരെങ്കിലും ഒരു കെട്ടിടം സർക്കാരിന് കൊടുക്കുന്നു, നമ്മളല്ലല്ലോ റെന്റ് ഫിക്സ് ചെയ്യുന്നത്, നമുക്ക് റെന്റ് ആവശ്യപ്പെടാം. അതായത് ഞാൻ എൻ്റെ കെട്ടിടം സർക്കാരിന് കൊടുക്കുമ്പോൾ എനിക്ക് ഇത്ര രൂപ തരണം എന്ന് ആവശ്യപ്പെടാം. അപ്പൊ സർക്കാർ പക്ഷേ ആ തുക പെട്ടെന്ന് അനുവദിക്കാറില്ലല്ലോ. ആദ്യം സർക്കാർ പിന്നെ ആ കെട്ടിടത്തിന് PWD നമ്മളിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു കെട്ടിടം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സാങ്ഷൻ വേണം. അതിനു മുമ്പായിട്ട് അതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അതായത് PWD ഡിപ്പാർട്ട്മെന്റ് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങണം. അപ്പൊ പിന്നെ റെന്റ് ഫിക്സ് ചെയ്യുന്നതും PWD ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ അവർക്കൊരു മാനദണ്ഡമൊക്കെ ഉണ്ട്. ആ മാനദണ്ഡം ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു കെട്ടിടത്തിന്റെ വാടക നിശ്ചയിക്കുന്നത് സംബന്ധിച്ചിട്ട് അതിന്റെ പഴക്കം നോക്കാം, ഫർണിഷിംഗ് നോക്കാം, ഫ്ലോറിംഗ് നോക്കാം, അതുപോലെ തന്നെ ഏരിയ ലൊക്കാലിറ്റി നോക്കാം, അർബൺ ആണോ റൂറൽ ആണോ, അതൊക്കെ ചില മാനദണ്ഡങ്ങളാണ്. അതനുസരിച്ച് ഒരു സ്ലാബ് സിസ്റ്റം തന്നെ ഗവൺമെന്റ് ഉണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപ. പുതിയ കെട്ടിടങ്ങളാണ്, നല്ല ഫർണിഷിംഗ് ഉണ്ട്, സിറ്റിയൊക്കെ ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഉയർന്ന നിരക്കുള്ള റെന്റ് കൊടുക്കണം. അത് ഗവൺമെന്റും കൊടുക്കാറുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ കുറവായിരിക്കും. അപ്പൊ അതൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ പവർ ടു ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് റെന്റ് ഓഫ് ദ ബിൽഡിങ്സ്. കെട്ടിടങ്ങളുടെ ശരിയായ വാടക നിശ്ചയിക്കുന്നുള്ള അധികാരം അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. ആൻഡ് ദ റെന്റ് റിക്കവറബിൾ ഫ്രം ആൻ ഓഫീസർ ഓക്യുപ്പൈയിങ് ദ റെസിഡൻസ്. റെന്റ് റിക്കവറബിൾ ഫ്രം ആൻ ഓഫീസർ ഓക്യുപ്പൈയിങ് ദ റെസിഡൻസ്. അതായത് കെട്ടിടം കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും എത്ര തുക ഈടാക്കണം അതും തീരുമാനിക്കുന്നത് ആരാണ്? അതും ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഇത്ര ശതമാനം, 2% അല്ലേ, അതാരാ തീരുമാനിക്കുന്നത്? പേർ വിഷനൊക്കെ വരുമ്പോൾ അതിൽ പറയുന്നില്ലേ, സർക്കാരാണ് തീരുമാനിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ ആ അധികാരം കൈമാറ്റം ചെയ്തു കൊടുക്കാൻ പാടില്ല. റൈറ്റ്. ഡിയിൽ പറഞ്ഞിരിക്കുന്ന അധികാരം ഏതാണ് സർക്കാർ കൈവശം വെച്ചിരിക്കുന്നത്? ദ പവർ ടു ഡിറ്റർമിൻ
standard rent of the buildings and the rent recoverable from an officer occupying the residence. അതുകൂടാതെ ഈയിൽ പറഞ്ഞിരിക്കുന്ന ഒരു അധികാരം അതും സർക്കാർ കൈവശം വെച്ചിരിക്കുകയാണ്. The power to remit leave and pension contributions in respect of an officer transferred on foreign service. ഞാൻ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം പറഞ്ഞേക്കാം. അതായത് ഫോറിൻ സർവീസ് നമുക്കറിയാമല്ലോ. ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്യൂട്ടേഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ KSCB-യിലേക്കോ അല്ലെ KSRTC-യിലേക്കോ ബിവറേജസിലേക്കോ അല്ലെ KMM-ലേക്കോ ടൈറ്റാനിയത്തിലേക്കോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ വെൽഫെയർ ബോർഡുകളിലേക്കോ ഡെപ്യൂട്ടേഷൻ പോകുന്നതിന് ഫോറിൻ സർവീസ് എന്ന് പറയുമല്ലോ, അന്യത്ര സേവനം എന്ന് പറയും. ഈ ഡെപ്യൂട്ടേഷൻ രണ്ട് രീതിയിലുണ്ട്. അതൊക്കെ നമുക്ക് വളരെ വിശദമായി പിന്നീട് പഠിക്കാം. അതായത് ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് ഫോറിൻ സർവീസ് അല്ലല്ലോ, അത് മിയർ ഡെപ്യൂട്ടേഷൻ മാത്രമാണ്. എന്നാൽ ഡെപ്യൂട്ടേഷൻ ടു ഈ ലോക്കൽ, അതായത് പബ്ലിക് ബോഡീസ് ലൈക്ക് KSCB, KSRTC, ബിവറേജസ്, സിവിൽ സപ്ലൈസ്, വെൽഫെയർ ബോർഡ്സ്, KMM, ടൈറ്റാനിയം, യൂണിവേഴ്സിറ്റീസ്, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഫോറിൻ സർവീസാണ്. ഈ ഫോറിൻ സർവീസിൽ പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഫോറിൻ സർവീസ് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതായത് ഇപ്പം ഒരു ഉദ്യോഗസ്ഥൻ മിസ്റ്റർ X or Y KSCB-യിലേക്ക് ഡെപ്യൂട്ടേഷൻ പോവുകയാണ്. അപ്പോൾ ശമ്പളം കൊടുക്കുന്നത് KSCB ആണ്. ഈ ഡെപ്യൂട്ടേഷൻ അനുവദിക്കുന്നത് ഗവൺമെന്റ് ആണ് ഡെപ്യൂട്ടേഷൻ സാങ്ഷൻ ചെയ്യേണ്ടത്. ഈ ഫോറിൻ സർവീസ് എന്ന് പറയുന്നതിന് ഇത് അനുവദിക്കുന്ന ഗവൺമെന്റ് ആണ്. സാധാരണഗതിയിൽ അത് ഇനിഷ്യലി 1 year അനുവദിക്കാറുള്ളൂ, അല്ലേ? 1 വർഷമാണ് കൊടുക്കുന്നത്. പിന്നെ ഇറ്റ് ഷുഡ് ബി ഗോട്ട് എക്സ്റ്റെൻഡഡ് ഇയർ ബൈ ഇയർ അപ് ടു എ മാക്സിമം പീരീഡ് ഓഫ് 5 years കണ്ടിന്യൂസ്ലി എന്ന് റൂളിൽ പറയുന്നുണ്ട്. അതായത് പിന്നീട് വർഷാവർഷം വേണമെങ്കിൽ ഓരോ വർഷവും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങാം. അങ്ങനെ 5 വർഷം വരെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരികെ വരണം ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ വീണ്ടും കൊടുക്കുന്നതിന് തടസ്സമില്ല. പിന്നെ ഇത് സംബന്ധിച്ച ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴ് മിസ്റ്റർ Y KSCB-യിലേക്ക് ഫോറിൻ സർവീസിൽ പോയിരിക്കുകയാണ്. സപ്പോസ് ഒരു 5 years KSCB-യിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ആ KSCB-യിൽ ജോലി ചെയ്യുന്ന കാലം സംസ്ഥാന സർവീസിൽ പെൻഷന് പരിഗണിക്കണമെങ്കിൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺട്രിബ്യൂഷൻ, ഒരു അംശാദായം, ഒരു സംഭാവന എന്നൊക്കെ പറയാം, സർക്കാരിലേക്ക് മാസം തോറും അടയ്ക്കണം. വാർഷികമായിട്ട് അടച്ചാൽ മതി, പക്ഷെ എല്ലാ മാസവും അടയ്ക്കണം. അത് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. അത് സംസ്ഥാന സർവീസിൽ ഇരുന്നാൽ കിട്ടുമായിരുന്ന ശമ്പള സ്കെയിലിൻ്റെ മാക്സിമത്തിൻ്റെ 15% തുക എല്ലാ മാസവും പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അടയ്ക്കണം. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അടച്ചില്ലെങ്കിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല, KSCB അടച്ചോളും. ഈ KSCB അടച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അടയ്ക്കണം. അതെല്ലാം KSCB ചെയ്യാറുണ്ട്. കാരണം അത് ഡെപ്യൂട്ടേഷൻ ഗ്രാൻഡ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് അങ്ങനെ വ്യവസ്ഥ വെക്കും, കോൺട്രിബ്യൂഷൻ അടയ്ക്കാൻ പറയും. ഈ കോൺട്രിബ്യൂഷൻ റെമിഷൻ കൊടുക്കണമെങ്കിൽ ഗവൺമെന്റിനുള്ള അധികാരം, കേട്ടോ. കോൺട്രിബ്യൂഷൻ റെമിഷൻ കൊടുക്കാനുള്ള അധികാരം ഗവൺമെന്റ് ഉണ്ട്. അത് വേണ്ട എന്ന് പറയാം, റെമിറ്റ് ചെയ്യാം, ഒഴിവാക്കി കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ ലീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺട്രിബ്യൂഷൻ കൂടി അടയ്ക്കണമായിരുന്നു. ഇവിടെ ലീവ് കോൺട്രിബ്യൂഷൻ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. 1/4/1982 മുതൽ ലീവ് കോൺട്രിബ്യൂഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് ലീവ് എടുത്താൽ ഫോറിൻ എംപ്ലോയർ ആദ്യം ലീവ് സാലറി കൊടുക്കുമെങ്കിലും പിന്നെ സർക്കാർ അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു, റീഇംബേഴ്സ് ചെയ്യണമായിരുന്നു. ഇപ്പം അത് വേണ്ട, ലീവ് സാലറിയുടെ കോൺട്രിബ്യൂഷൻ വാങ്ങുന്നില്ല, പകരം ലീവ് സാലറി ഫോറിൻ എംപ്ലോയർ തന്നെ കൊടുക്കും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലീവ് ആൻഡ് പെൻഷൻ കോൺട്രിബ്യൂഷൻ റെമിറ്റ് ചെയ്യുന്നതിനുള്ള അധികാരം, റെമിഷൻ, അത് വേണ്ട, ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരം, അതൊക്കെ forsake ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. The power to remit leave and pension contributions of an officer transferred on foreign service. അന്യത്ര സേവനത്തിൽ പോയ ഉദ്യോഗസ്ഥന്റെ അവധി പെൻഷൻ കോൺട്രിബ്യൂഷൻസ് ഒഴിവാക്കി കൊടുക്കുന്നതിനുള്ള അധികാരം ഗവൺമെന്റിനാണ്. അല്ലാതെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് കോൺട്രിബ്യൂഷൻ പിടിക്കേണ്ട എന്ന് പറയാനുള്ള അധികാരമില്ല. ദാറ്റ് പവർ ഈസ് vested with the government. Only the government can give remission of leave and pension contributions. ക്ലിയർ ആണല്ലോ? പെൻഷന്റെയും അവധിയുടെയും അംശാദായം സർക്കാരിലേക്ക് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. അതുകൂടാതെ മറ്റൊരു അധികാരം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇത് ഡെലിഗേറ്റ് ചെയ്ത പാടില്ലാത്ത അധികാരമാണ് ഇതെല്ലാം. മറ്റൊരു അധികാരം, അതായത് F-ൽ പറഞ്ഞിരിക്കുന്നു, 9F, the power to permit an officer on foreign service to receive pension or gratuity from foreign employer
അത് ഞാനൊന്ന് വിശദീകരിക്കാം. ഫോറിൻ സർവീസിൽ പോയ ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്ന് തന്നെ റിട്ടയർ ചെയ്യാൻ ഗവൺമെന്റ് അനുവദിച്ചാൽ, ഇപ്പം അങ്ങനെ അനുവദിക്കാറില്ല. കാര്യം ലാസ്റ്റ് 1 ഇയർ ഫോറിൻ സർവീസ് അനുവദിക്കത്തില്ല, ഗവൺമെന്റ് തന്നെ വന്ന് റിട്ടയർ ചെയ്യണം. എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെയല്ല, ലാസ്റ്റ് 1 ഇയറും ഡെപ്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, ഫോറിൻ സർവീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് റിട്ടയർ ചെയ്താൽ പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഫോറിൻ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് അനുവാദം കൊടുക്കുന്നത് ഗവൺമെന്റാണ് കേട്ടോ. ആ ഫോറിൻ സർവീസിലെ കാലത്തിനുള്ള പ്രൊറാറ്റ ബേസിലുള്ള ആനുപാതികമായിട്ടുള്ള ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്നതിന് അനുവാദം കൊടുക്കുക. അന്യസേവനത്തിൽ പോകുന്ന ഉദ്യോഗസ്ഥന് അന്യസേവന മേധാവിയിൽ നിന്ന് പെൻഷൻ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി വാങ്ങുന്നതിന് അനുവാദം നൽകുന്നതിനുള്ള അധികാരം അത് ഗവൺമെന്റാണ്. പവർ ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ FS to receive pension or gratuity from the foreign employer. ഗവൺമെന്റ് ആണ്. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. The authority to permit an officer on foreign service to receive pension or gratuity from the foreign employer. The head of office where he had already previously worked, or his head of the department. ഒന്നിൽ അദ്ദേഹം ജോലി ചെയ്ത ഓഫീസ് തലവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പ് മേധാവി. C, ഗവൺമെന്റ്. D, നോ പെർമിഷൻ നീഡഡ്. ഏതാണ് ശരി ഉത്തരം? C ആണ്. ഗവൺമെന്റിലേ കൊടുക്കേണ്ടുന്നത്. ഇതിങ്ങനെ ഓരോന്നും ചോദിച്ചേക്കാം. അതായത് സ്റ്റാൻഡേർഡ് റെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? പെൻഷൻ കോൺട്രിബ്യൂഷനും ലീവ് കോൺട്രിബ്യൂഷനും റെമിഷൻ കൊടുക്കുന്നത് ആരാണ്? അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ താഴെ പറയുന്ന അധികാരങ്ങളിൽ ഏതാണ് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്? A, പവർ ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദ ഗ്രാന്റ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസ്. B, പവർ ടു ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് റെന്റ് ഓഫ് ദ ബിൽഡിംഗ്സ്. C, പവർ ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ FS ടു റിസീവ് പെൻഷൻ ഓർ ഗ്രാറ്റുവിറ്റി. D, ഓൾ ദ അബോവ്. അങ്ങനെയൊക്കെ ചോദിക്കാം. യഥാർത്ഥത്തിൽ ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്നും അല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് റൂൾ 4 പ്രകാരം ലെറ്റ് us sum up. അതായത് ചില അധികാരങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഇപ്പോഴേ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം ഗവൺമെന്റ് ആണ്. മേക്ക് റൂൾസ് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഹു ഈസ് ഓർ വാട്ട് ഈസ് അതോറിറ്റി? ഹു ഈസ് ദ അതോറിറ്റി ടു മേക്ക് റൂൾസ്? KSRലെ എല്ലാ സർവീസ് റൂൾസിലും ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് കേട്ടോ. മേക്ക് റൂൾസ് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഡിലീറ്റ് റൂൾസും ഗവൺമെന്റ് ആണ്. ആ ചട്ടങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നുള്ള അധികാരം അത് ഗവൺമെന്റ് ആണ്. ഒരു ചട്ടം ഒഴിവാക്കി കൊടുക്കുക അത് സർക്കാരാണ് ചെയ്യുന്നത്. ഡിലീറ്റ് റൂൾസ് ഗവൺമെന്റ് ആണ്. മേക്ക് റൂൾസ് ഗവൺമെന്റ് ആണ്. അതുപോലെ അമെൻഡ് റൂൾസ് ചട്ടങ്ങൾ അമെൻഡ് ചെയ്യുക അല്ലെ മോഡിഫൈ ചെയ്യുക. അമെൻഡ് ഓർ മോഡിഫൈ റൂൾസ്. അമെൻഡ് ഓർ നമ്പർ 8 എഴുതുക. അമെൻഡ് ഓർ മോഡിഫൈ റൂൾസ്. ചട്ടങ്ങൾ അമെൻഡ് ചെയ്യുക അല്ലെ മോഡിഫൈ ചെയ്യുക അത് ഗവൺമെന്റ് അല്ലേ ചെയ്യുന്നത്. അതുപോലെ ഇന്റർപ്രറ്റ് റൂൾസ് ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുക. 4-മത്തത് ഇന്റർപ്രറ്റ് റൂൾസ് ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? അതും ഗവൺമെന്റ് ആണ്. അത് നമുക്ക് ഇപ്പൊ തന്നെ പഠിക്കാനുണ്ട്. റൂൾ 11 പഠിക്കാനുണ്ട്. ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാം. ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. റിലാക്സ് ദ റൂൾസ് ചട്ടങ്ങൾ റിലാക്സ് ചെയ്യുന്ന ആരാണ്? റിലാക്സ് ഓർ ഡിസ്പെൻസ് വിത്ത് ദ റൂൾസ് അല്ലെ ഡിസ്പെൻസ് വിത്ത് ദ റൂൾസ് ചട്ടങ്ങൾ റിലാക്സ് ചെയ്യുന്നത് ഇളവ് ചെയ്യുന്നത് ആരാ? ഗവൺമെന്റ് ആണ് അല്ലേ? ക്ലാരിഫൈ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്ന ആരാണ്? റിലാക്സ് അല്ലെ ഡിസ്പെൻസ് വിത്ത് ദ റൂൾസ് ഗവൺമെന്റ് അല്ലേ? അതുപോലെ തന്നെ ക്ലാരിഫൈ ഡൗട്ട്സ്, ഒരു ഡൗട്ട് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതാരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടുന്നത്? ആ ഡൗട്ട് റിമൂവ് ചെയ്യേണ്ടുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഡെലിഗേറ്റ് റൂൾസ്, ഡെലിഗേറ്റ് ദ പവേഴ്സ് ഇൻ റൂൾസ്. KSR ഡെലിഗേറ്റ് ദ പവേഴ്സ് ചട്ടങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം അതാർക്കാണ്? ഗവൺമെന്റ് ആണ്. നമ്മളിപ്പോ ഈ പറഞ്ഞെടുത്ത് ഇത് കൂടെ ഇതോടൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പരീക്ഷയ്ക്ക് പലതും ചോദിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, യഥാർത്ഥത്തിൽ മറ്റു ധാരാളം അധികാരങ്ങളും ഗവൺമെന്റ് നിഷിദ്ധമാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം, എഴുതിയെടുക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഓഫീസിൽ ശമ്പളമില്ലാത്ത അവധി എടുക്കുമ്പോൾ LWA നമ്മുടെ ഓഫീസിലൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ ഓഫീസ് മേധാവിക്ക്
എത്ര ദിവസം വരെ അനുവദിക്കാനുള്ള അധികാരമാണ് അറ്റ് എ ടൈം? ഒരു സമയം LWA 120 അല്ലേ? 120 ദിവസം വരെ അനുവദിക്കാനുള്ള അധികാരമുണ്ട്. ഇനി 120 മുകളിൽ പോയാലോ? 120 മുകളിൽ പോയാലോ? 121 ആയാലോ? 120 മുകളിൽ പോവുകയും അത് അപ് ടു 180 വരെ അനുവദിക്കാനുള്ള അധികാരം വകുപ്പ് മേധാവിക്കുണ്ട് ഇപ്പോഴും. നേരത്തെ അതില്ലായിരുന്നു. യഥാർത്ഥത്തിൽ 7/8/2017 മുതലാണ് ഈ 120 ഉയർത്തിയത് 180 അഡീഷണൽ അധികാരം കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മുടെ ഓഫീസ് മേധാവിക്ക് ഒരു സമയം 90 ദിവസം അനുവദിക്കാനുള്ള അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ. വകുപ്പ് മേധാവിക്കും അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും ഇപ്പം ആരും എഴുതിയെടുക്കണ്ട. ഇനി ഞാൻ പറയാൻ വരുന്നത് LWA അറ്റ് എ ടൈം that exceeds 180 days. LWA at a time ഒരു സമയം കണ്ടിന്യൂസ്ലി exceeding 180 days. 180 ദിവസത്തിന് മുകളിൽ പോയ പിന്നെ ആരാ അനുവദിക്കേണ്ടത്? ശമ്പളമില്ലാത്ത അവധി ഒരു സമയം 180 ദിവസത്തിന് മുകളിൽ പോയാൽ 181 ആയി കഴിഞ്ഞാലോ അത് ഗവൺമെന്റ് അനുവദിക്കേണ്ടത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഡെപ്യൂട്ടേഷൻ അനുവദിക്കുന്നവരാണ്, അല്ലെ ഫോറിൻ സർവീസ് അനുവദിക്കുന്നവരാണ്. ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ഞാൻ ഒരു കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഫോറിൻ സർവീസ് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ ഫോറിൻ സർവീസ് ഒക്കെ അനുവദിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ആണ്. അതുപോലെ സർക്കാർ ജീവനക്കാരന് ആരെങ്കിലും സർവീസ് ഇരുന്ന് മരിച്ചു പോയാൽ സർക്കാരിൽ നിന്നെടുത്തുള്ള ലോണുകളൊക്കെ എഴുത്തള്ളാൻ അധികാരമുണ്ട്. അത് ഗവൺമെന്റ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ വരെ കിട്ടാം. അതുപോലെ അപ്പൻഡിക്സ് 12B പ്രകാരം പഠനാവശ്യത്തിന് നമ്മൾ അവധി എടുക്കും. അത് സാങ്ഷൻ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. അപ്പൻഡിക്സ് 12A പ്രകാരവും C പ്രകാരവും മറ്റു ജോലിക്കൊക്കെ എടുക്കുന്നതിന് ഗവൺമെന്റ് പോകേണ്ട ആവശ്യമില്ല. വകുപ്പ് മേധാവിക്ക് അധികാരമുണ്ട്. അപ്പൊ പല അധികാരങ്ങളും ഇങ്ങനെ ഗവൺമെന്റ് കൈവശം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ അഡീഷണലായി പറഞ്ഞ കാര്യങ്ങൾ പലതും ഈ ഫോറിൻ സർവീസ്, അപ്പൻഡിക്സ് 12B, 180 ദിവസത്തേക്ക് കൂടുതൽ വരുന്ന LWA ഗവൺമെന്റ് അനുവദിക്കണം. അതൊക്കെ പിന്നീട് വിശദമായി പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി ഈ ചാപ്റ്ററിൽ. അതുപോലെ തന്നെ റൂൾ 10 പറഞ്ഞിരിക്കുന്നത് ഈ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അല്ലെ എക്സസൈസ് കൊടുക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി കൺസൾട്ട് ചെയ്തായിരിക്കണം. ഇപ്പൊ ഉദാഹരണം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അധികാരം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ട് ചെയ്യണം. അവരുടെ അനുമതി വാങ്ങണം. അങ്ങനെ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ധനകാര്യ വകുപ്പിന്റെ അനുമതി വേണമെന്നാണ്. എന്ന് കരുതിയിട്ട് ഓരോ തവണ അധികാരം പ്രയോഗിക്കുമ്പോഴും അല്ലെ ഓരോ തവണയും ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ധനകാര്യ വകുപ്പിന്റെ അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം മുൻകൂറായി തന്നെ ധനകാര്യ വകുപ്പ് അത്തരം അധികാരങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നതൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം, ഈ അധികാരങ്ങൾ ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരവുണ്ട്. വിശേഷ ഉത്തരവ് അല്ല ജനറൽ ഉത്തരവൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓരോ തവണയും അങ്ങനെ അനുമതി ചോദിക്കണ്ട. എന്നാലെങ്കിലും സ്പെഷ്യൽ കേസ് വന്നാൽ അതെപ്പോഴും ഫിനാൻസിനെ കൺസൾട്ട് ചെയ്യണം. പിന്നെ KSR തന്നെ പലയിടത്തും പറയുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് ധനകാര്യ വകുപ്പുമായി കൂടി ആലോചിക്കണം, കമ്പൽസറി ആണ്. നമുക്ക് പരീക്ഷാ പോയിന്റിൽ അതായത് ചട്ടങ്ങൾ പ്രയോഗിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും ഏത് വകുപ്പുമായിട്ട് കൺസൾട്ട് ചെയ്യണം. കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ് കേട്ടോ. ആരുമായിട്ടാ കൺസൾട്ട് ചെയ്യേണ്ടത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി കൺസൾട്ട് ചെയ്യാതെ പവേഴ്സ് എക്സസൈസ് ചെയ്യാനും ഡെലിഗേറ്റ് ചെയ്യാനും പാടില്ല അല്ലേ? ധനകാര്യ വകുപ്പുമായി കൂടിയാലോചന ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പവേഴ്സ് മേ ബി എക്സസൈസ് ഓർ ഡെലിഗേറ്റഡ് ഓൺലി ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോ പവേഴ്സ് മേ ബി എക്സസൈസ്ഡ്. അധികാരങ്ങൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. ഓർ ഡെലിഗേറ്റഡ് അണ്ടർ ദീസ് റൂൾസ് എക്സെപ്റ്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും മതി. It shall be open to that department to prescribe by general or special order cases in which its consent may be presumed to have been given. അതായത് അതിന്റെ കൺസെന്റ് നൽകിയിട്ടുണ്ടത് എന്ന് അനുമാനിക്കത്തക്ക രീതിയിലുള്ള ഉത്തരവുകൾ അവർക്ക് ഇറക്കാം. അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. യെസ്. അടുത്ത ആർട്ടിക്കിൾ 11 ഇതിൽ 11 നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. അതായത് ഈ ചട്ടങ്ങളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തേണ്ടി വന്നാൽ അല്ലെ അമെൻഡ് ചെയ്യേണ്ടി വന്നാൽ ഗവൺമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സംശയം ഉണ്ടായാൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇന്റർപ്രറ്റ് എന്ന് പറയാൻ വ്യാഖ്യാനിക്കുക അല്ലെ? വ്യാഖ്യാനിക്കുക. ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരവും ഗവൺമെന്റിന് നിഷിദ്ധമാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ
അതായത് ഇപ്പോൾ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കി, ദർ ആർ സം ആംബിഗ്വിറ്റീസ്, അല്ലെങ്കിൽ അതൊരു അൺഅംബിഗ്യൂസ് അല്ല, അംബിഗ്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഇൻ മെനി വേസ് ഓർ മോർ ദാൻ വൺ വേ. അത് പല രീതിയിൽ അതിന് അർത്ഥം കൽപ്പിക്കാം സർക്കാർ ഇറക്കിയ ഉത്തരവിന്. അപ്പോൾ അവിടെ ഒരു വിശദീകരണം വേണം, ഒരു വ്യാഖ്യാനം വേണം. ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കി, അല്ല ഒരു റൂൾ ഇഷ്യൂ ചെയ്തു, അതിന്മേൽ എന്തെങ്കിലും സംശയം, നമ്മൾ ആംബിഗ്വിറ്റി എന്ന് പറയത്തില്ലേ, അതുണ്ടെങ്കിൽ അതിൽ വീണ്ടും ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനം നടത്താനുള്ള അധികാരം ഗവൺമെന്റിനാണ്. അല്ലാതെ ഗവൺമെന്റ് ഇറക്കിയ ഒരു ഉത്തരവിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഫർദറായിട്ട് ഒരു മെമ്മോറാണ്ടമോ അല്ലെ ഒരു സർക്കുലറോ ഒരു ഉത്തരവോ ഇറക്കാൻ, ഒരു പ്രൊസീഡിങ്സ് ഇറക്കാൻ വകുപ്പ് മേധാവികൾക്കൊന്നും അധികാരമില്ല. ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം ആര് നിക്ഷിപ്തമാണ്? പരീക്ഷാ പോയിന്റ് അതേ ഉള്ളൂ നമുക്ക്. ദ പവർ ടു ഇന്റർപ്രറ്റ് റൂൾസ് ഇൻ കേസ് ഓഫ് ഡൗട്ട് ഇറ്റ് ഈസ് റിസർവ്ഡ് ടു ഗവൺമെന്റ് ആണ്. അത് ഗവൺമെന്റ് റിസർവ് ആണ്. അതുപോലെ മോഡിഫൈ ചെയ്യാനുള്ള അധികാരവും ഗവൺമെന്റ് നിക്ഷിപ്തമാണ്. അതാണ് റൂൾ 11. നമ്മൾ എഴുതിയിട്ടുള്ളത് ഇന്റർപ്രറ്റ് റൂൾസ്, ഇന്റർപ്രിട്ടേഷൻ റൂൾസ് ഗവൺമെന്റ് നിക്ഷിപ്തമാണ്, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ദ ഗവൺമെന്റ് റിസർവ് ടു ദംസെൽവ്സ് ദ പവർ. ഗവൺമെന്റ് അവരിൽ തന്നെ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു ദ പവർ. വാട്ട് പവേഴ്സ്? ദ പവർ ടു മോഡിഫൈ ദീസ് റൂൾസ് ആസ് മേ ഫ്രം ടൈം ടു ടൈം സീം എക്സ്പീഡിയന്റ്. കാലാകാലങ്ങളിൽ അവശ്യഘട്ടങ്ങളിൽ ചട്ടങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിനുള്ള അധികാരം. അത് മാത്രമല്ല ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള അധികാരം ഗവൺമെന്റ് ആണ്. ഏതെങ്കിലും ഒരു ചട്ടം ഡിലീറ്റ് ചെയ്യണം, അത് ഗവൺമെന്റ് അല്ലേ? ആൻഡ് ഗവൺമെന്റ് റിസർവ് ടു ദംസെൽവ്സ് ദ പവർ ടു ഇന്റർപ്രറ്റ് റൂൾസ് ഓൾസോ ഇൻ കേസ് ഓഫ് ഡൗട്ട്. ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തത ഇല്ലെങ്കിൽ സർക്കാർ ഉത്തരവുകളിൽ അതിന്മേൽ ഒരു വ്യാഖ്യാനം നടത്താനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ നൗ. അടുത്ത ഒരു റൂളിംഗ് ഉണ്ട്. ദിസ് ഇസ് എ റൂളിംഗ് ബിലോ റൂൾ 11. റൂൾ 11 താഴെയുള്ള റൂളിംഗ് ആണ്. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇതില് ടെക്സ്റ്റിൽ പേജ് നമ്പർ 6 എൻ്റെ ഫസ്റ്റ് പ്രൊവൈസോ മതി, നമുക്ക് സെക്കൻഡ് പ്രൊവൈസോ ആവശ്യമില്ല. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ 3 പ്രധാനപ്പെട്ട ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ, 1 പേ ആൻഡ് അലവൻസസ് ആണ്, 2 ലീവാണ്, 3 പെൻഷൻ. ദീസ് ആർ ദ 3 മേജർ ക്ലെയിംസ് ഓഫ് എ ഗവൺമെന്റ് സർവന്റ്. ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പ്രധാനപ്പെട്ട 3 ക്ലെയിംസ് ഏതൊക്കെയാണ്? 3 മേജർ ക്ലെയിംസ്. 1 പേ ആൻഡ് അലവൻസസ്, 1 ശമ്പളവും ബത്തകളും, 2 ലീവ് അവധി, 3 പെൻഷൻ. ശരിയല്ലേ? ജോലി ചെയ്താൽ ശമ്പളവും ബത്തയും കിട്ടണം, അതുപോലെ അവശ്യ സന്ദർഭങ്ങൾ അവധി എടുക്കണം, റിട്ടയർ ചെയ്താൽ പെൻഷൻ കിട്ടണം. ദീസ് ആർ ദ 3 മേജർ ക്ലെയിംസ്. ഈ റൂളിംഗിൽ പറയുന്നത് ഹൗ ദീസ് റൂൾസ് റെഗുലേറ്റ് ദ 3 ക്ലെയിംസ്. ഹൗ റൂളിംഗ് അതാണ്. ഹൗ these rules regulate the above claims. How these rules എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, ക്രമീകരിക്കുന്നത്, തീരുമാനിക്കുന്നത്? How these rules regulate ചെയ്യുന്നത് എങ്ങനെയാണ്, കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗവേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? How these rules govern or regulate the above claims, the 3 claims. ഈ 3 ക്ലെയിംസ് എങ്ങനെയാണ് ഈ ചട്ടങ്ങൾ നിയന്ത്രിക്കുന്നത്? ശമ്പളവും ബത്തകളെ സംബന്ധിച്ച് ഒന്നാമത്തെ ക്ലെയിം നമ്പർ 1, ഒന്നാമത്തെ ക്ലെയിം പേ ആൻഡ് അലവൻസസ്. റീറൈറ്റ് ചെയ്യാം. അത് എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? ശമ്പളവും ബത്തകളും. വെൻ ആൻ ഓഫീസർ ഏൺസ് പേ ആൻഡ് അലവൻസസ്, വെൻ ഹി പെർഫോംസ് ദ ഡ്യൂട്ടീസ് ഓഫ് എ പോസ്റ്റ്. അല്ലേ? നമ്മൾ ഒരു തസ്തികയുടെ ചുമതല നിർവഹിക്കുമ്പോഴാണ് നമുക്ക് ശമ്പളത്തിനും ബത്തത്തിനും അർഹതയുള്ളത്. whenever we do duty, whenever we perform duty, whenever we give service to government, we earn pay and allowances. നമ്മൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ ശമ്പളവും ബത്തകളും ആർജിക്കുകയാണ്, ഏൺ ചെയ്യുകയാണ്, അല്ലേ? സമ്പാദിക്കുകയാണ്. അങ്ങനെ ഏൺ ചെയ്യുന്ന സമയത്ത് അല്ല തീയതിയിൽ ഏത് ചട്ടമാണോ നിലവിലുള്ളത് അതുപ്രകാരമാണ് ശമ്പളവും ബത്തകളും ലഭിക്കുന്നത്. ഹൗ ദീസ് റൂൾസ് ആർ ടു ബി അപ്ലൈഡ് ഫോർ ദ 3 ക്ലെയിംസ്. ഈ 3 ക്ലെയിംസിന് ഈ ചട്ടങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടുന്നത്? അതായത് ശമ്പളവും ബത്തകളും ആയത് ആർജിക്കുന്ന സമയത്ത് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം നിയന്ത്രിക്കപ്പെടുന്നു. അങ്ങനെയാണ് ലഭിക്കുന്നത്. മലയാളം എഴുതുന്നവരൊന്ന് നോട്ട് ചെയ്തോളൂ. ശമ്പളവും ബത്തകളും ആയത് ആർജിക്കുന്ന സമയത്ത്, ഏൺ ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് ലഭിക്കുന്നത്.
ഇപ്പൊ ഇന്ന് ജോലി ചെയ്താൽ ഇന്നത്തെ നിരക്കിലുള്ള ഇന്നത്തെ ചട്ടങ്ങൾ പ്രകാരമുള്ള ശമ്പളം മൊത്തം കിട്ടും. അല്ലെ ഈ മാസം ഇനി അടുത്ത വർഷം റൂൾസിൽ മാറ്റം വന്നാൽ ശമ്പളമൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചട്ടങ്ങളൊക്കെ മാറി വന്നാൽ HR പേരൂഷനൊക്കെ വരും മാറുന്നില്ലേ? അപ്പോഴുള്ള HR കിട്ടുന്നത്. അപ്പൊ എപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നോ ആ ഡ്യൂട്ടി ചെയ്യുന്ന ദിവസം ഏത് ചട്ടമാണോ നിലവിലുള്ളത് അത് പ്രകാരമാണ് ശമ്പളവും വെത്തലും കിട്ടുന്നത്. ഒന്നാമത്തെ ക്ലെയിം പേ ആൻഡ് അലവൻസസ്. ക്ലെയിം ടു പേ ആൻഡ് അലവൻസസ് ആൻഡ് ഓഫീസേഴ്സ് ക്ലെയിം അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലെയിം ടു പേ ആൻഡ് അലവൻസസ് ഈസ് റെഗുലേറ്റഡ് by the rules in force at the time the pay and allowances are earned. Underline the word earned. Claim to pay and allowances is regulated. An officer's claim to pay and allowances, claim to pay and allowances, it is enough, is regulated by the rules in force at the time when the pay and allowances are earned. At the time when the pay and allowances are earned. അണ്ടർലൈൻ പരീക്ഷ ചോദ്യമാണ്. അതായത് ശമ്പളത്തിൽ ബത്തയ്ക്കും ഉള്ള അവകാശം ഏത് ചട്ടങ്ങൾ പ്രകാരം ക്രമീകരിക്കപ്പെടുന്നു? എ, ബൈ ദ റൂൾസ് അറ്റ് ദ ടൈം ദ ബിൽ ഈസ് പ്രിപ്പയർഡ്. ബി, ബൈ ദ റൂൾസ് അറ്റ് ദ ടൈം ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ട്രഷറി. സി, ബൈ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ദ പേ ആൻഡ് അലവൻസസ് ആർ ഏൺഡ്. ശമ്പളവും ബത്തുകളും അത് ആർജിക്കുന്ന സമയത്ത് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് ലഭിക്കുന്നത്. റൈറ്റ്. ക്ലെയിം ടു ലീവ് നമ്പർ 2. ക്ലെയിം ടു ലീവ് നമ്പർ 2 ഇറ്റ് ഈസ് റെഗുലേറ്റഡ്. ഇനി റെഗുലേറ്റഡ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം റെഗുലേറ്റഡ് കോമൺ ആണ്. ക്ലെയിം ടു ലീവ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ദ ലീവ് ഈസ് അപ്ലൈഡ് ഫോർ ആൻഡ് ഗ്രാൻറ്റഡ്. ക്ലെയിം ടു ലീവ് നമ്പർ 2 ഈസ് റെഗുലേറ്റഡ് by the rules in force at the time. Regulated by the rules in force at the time the leave is applied for and granted. അവധി അപേക്ഷിച്ച് അനുവദിക്കുന്ന സമയത്ത് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് അവധി എടുക്കാൻ കഴിയുന്നത്, അവധി ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്. സർക്കാർ സർവീസിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവധിയിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റിൽ വരും. ഉദാഹരണം, ഒരു വർഷം സർവീസ് ആയാൽ ഹാഫ് പേ ലീവ് 20 ക്രെഡിറ്റിൽ വരും അല്ലേ? പകുതി ശമ്പളത്തോടുള്ള അവധി ഒരു പൂർണ്ണ സർവീസ് വർഷത്തിന് 20 ദിവസമാണ് കിട്ടുന്നത്. അപ്പൊ 5 വർഷം സർവീസ് ആകുമ്പോഴോ 5 വർഷം ആകുമ്പോൾ 100 ലീവ്സ് ക്രെഡിറ്റ് കിടക്കും. 15 വർഷം സർവീസ് ഉള്ള ആളുകൾ 300 ലീവ് ക്രെഡിറ്റ് കാണും ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ. അതൊക്കെ നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 വർഷം സർവീസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു 150 അല്ലെങ്കിൽ 160 കൂടുതൽ ഏൺഡ് ലീവ് ക്രെഡിറ്റ് കാണും. പക്ഷേ ലീവ് ഏൺ ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരമല്ല ലീവ് എടുക്കുന്നത്. പിന്നെയോ ലീവിന് അപേക്ഷിച്ച് അനുവദിക്കുന്ന സമയത്ത് നമ്മൾ അപേക്ഷ കൊടുത്ത് അത് ഗ്രാന്റ് ചെയ്യുന്ന സമയത്ത് ഏത് ചട്ടമാണോ നിലവിലുള്ളത് ആ ചട്ടപ്രകാരമാണ് നമുക്ക് ലീവ് എടുക്കാവുന്നത്. An officer's claim to leave, clear? An officer's claim to leave is regulated by the rules in force at the time blank the leave is applied for and granted. ചോദിക്കും, ഞാൻ ഉത്തരം ബ്ലാങ്കിൽ പറഞ്ഞു. The leave is applied for and granted. Then claim to pension. This is the third major claim. മൂന്നാമത്തെ ക്ലെയിം എന്താണ്? പെൻഷൻ ആണ്. പെൻഷൻ സാധാരണ എപ്പോഴാ നമുക്ക് ഏത് ചട്ടപ്രകാരം കിട്ടുന്നത് ലഭിക്കേണ്ടത്? റിട്ടയർ ചെയ്യുന്ന തീയതിയിലുള്ള ചട്ടമാണ് ആപ്ലിക്കബിൾ. ഇപ്പോഴ് ഒരു 10 വർഷം മുമ്പ് സർവീസ് ചെയ്യുന്ന ഒരാളിന് സർവീസ് വന്ന തീയതിയിലുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് പെൻഷൻ കിട്ടുന്നത്. ചട്ടങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരും. റിട്ടയർമെന്റ് ഡേറ്റിൽ ആ പർട്ടിക്കുലർ തീയതിയിൽ ഏത് ചട്ടമാണോ ഓപ്പറേറ്റീവ് അത് വെച്ചിട്ടാണ് ശമ്പളം പെൻഷൻ കിട്ടുന്നത്. പക്ഷേ ഇവിടെ റിട്ടയർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. അതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ റിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സമയത്ത്, ഈ റിസൈൻ എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ പെൻഷൻ കിട്ടുന്ന അല്ല, റെസിഗ്നേഷൻ ഇൻ ട്രൂ സെൻസ്. ശരിയായ അർത്ഥത്തിൽ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ if an officer resigns from service he is not entitled to pension. റിസൈൻ ചെയ്താൽ പെൻഷൻ ഇല്ല. നമ്മൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെടുക എന്ന അർത്ഥം. അവിടെയും ഒരു തരം പുറത്താക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പം പെൻഷന് സർവീസിലല്ല. അതായത് ഇപ്പം ഒരു പ്രൊബേഷൻ പൂർത്തിയാക്കാൻ ലേറ്റ് ആകുന്നു, പുറത്താക്കാം.
അതിന് ഡിസ്ചാർജ് എന്ന് പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിസൈൻ ചെയ്യുകയോ അല്ല ഡിസ്ചാർജ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ചട്ടപ്രകാരമാണ് പെൻഷൻ ലഭിക്കുന്നത്. അങ്ങനെ തന്നെ വേണം പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും. ക്ലെയിം an officer's claimed pension is regulated. Claimed pension is regulated by the rules in force at the time when the officer resigns or is discharged from the service of the state. സർവീസിൽ നിന്ന് രാജി മൂലമോ അല്ലാതെയോ പുറത്താക്കപ്പെടുന്ന സമയത്ത് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് പെൻഷൻ ലഭിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. അല്ല റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ളതെന്ന് ചോദിക്കത്തില്ല. ഇനി റിസൈനും ഡിസ്ചാർജും ഇല്ല, റിട്ടയർ ആണ് ഉള്ളതെങ്കിൽ അത് എഴുതണം. എന്നാൽ ഒരു ചോദ്യത്തില് റിസൈൻ ഉണ്ട്, റിസൈനും ഡിസ്ചാർജും ഉണ്ട്, റിട്ടയറും ഉണ്ടെങ്കിലും റിസൈൻ ആൻഡ് ഡിസ്ചാർജ് ആണ് ശരി ഉത്തരം. കാരണം ദ റൂൾ സേസ്, അല്ലേ, ചട്ടങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഉത്തരം. വി ഷുഡ് ഫോളോ ദ റൂൾസ്, നോട്ട് ദ ലോജിക്. യെസ്, നോ ദ ലോജിക് ഹാസ് നോ റോൾ ടു പ്ലേ, അല്ലേ, ഇൻ ലോ ആൻഡ് റൂൾസ്. ലോജിക്കിനുള്ള സ്ഥാനമില്ലല്ലോ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. An officer's claimed pension is regulated by the rules in force at the time when the officer resigns or is discharged from the service of the state. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ചാപ്റ്റർ 1-ൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിലെ പ്രീവിയസ് ചോദ്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ഇതിന്റെ റെക്കോർഡിംഗ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഒരു സെക്കൻഡ്.